കോൺഗ്രസിൽ വെളിവും വിവേകവുമുള്ള ഒരു നേതാവായിട്ട് ഇന്ന് പരിഗണിക്കപ്പെടുന്നത് ശശി തരൂരിനെയാണ്. പക്ഷെ ആ ശശി തരൂരിനെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ടായിരുന്നു. എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ അതിനൊരു മാറ്റം നമ്മൾ കണ്ടു. ഒരു വെടിനിർത്തൽ തരൂരിനെതിരായി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കമുള്ളവർ തരൂരിനെ നേരിട്ട് കണ്ട് സംസാരിക്കുകയും ചെയ്തു. കെ മുരളീധരൻ തരൂരിനെതിരായ ആരോപണങ്ങളുടെ മൂർച്ച കുറച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളൊക്കെ ഒന്ന് മയപ്പെട്ടു. എന്നാൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇപ്പോഴും ശശി തരൂരിനെ നേരിട്ട് കാണുകയോ സംസാരിക്കുകയോ ചെയ്യുന്നില്ല. തരൂരിനെതിരായ ഒരു നീക്കം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് നിർത്തിവച്ചോ ഇല്ലയോ എന്ന് പോലും വ്യക്തമല്ല. എന്താണ് VD സതീശൻ തരൂരിനോടുള്ള ആ മഞ്ഞുരുക്കം നടത്താൻ തയ്യാറല്ല എന്നാണോ? ഈ ആദ്യം സൂചിപ്പിച്ചല്ലോ, മുരളീധരനും അതോടൊപ്പം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനെല്ലാം വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. വേണമെങ്കിൽ പാർട്ടിയിൽ നിന്ന് ഇറങ്ങി പോകണം, ആ രീതിയിലുള്ള ഒരു ഭീഷണിയും അതോടൊപ്പം തന്നെ പരിഹാസവുമായിരുന്നു. അങ്ങനെ പരിഹാസത്തിനും ഭീഷണിക്കും മുന്നിൽ ശശി തരൂർ വീഴില്ല എന്ന് കണ്ടത് കൊണ്ടാണോ എന്നറിയില്ല, കുറച്ച് നാളുകളായി തന്നെ ഈ നേതാക്കൾ മൗനത്തിലാണ്. ഈ മൗനത്തിന് പിന്നാലെയാണ് സണ്ണി ജോസഫ് ശശി തരൂരുമായി കൂടിക്കാഴ്ച നടത്തിയത്. നമുക്കറിയാം, കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ പുതിയ കോൺഗ്രസ് നിലമ്പൂരിന് പിന്നാലെ പ്രതീക്ഷിച്ചിരുന്നത് എളുപ്പത്തിൽ അധികാരത്തിൽ വരാമെന്നാണ്. പിന്നീട് പല സംഭവങ്ങളും ഉണ്ടാകുന്നല്ലോ, ഈ കന്യാസ്ത്രീകളുടെ വിഷയം, അതോടൊപ്പം തന്നെ VSന്റെ മരണം, അതെല്ലാം പാർട്ടിയെ, കോൺഗ്രസിന്റെ ആത്മവിശ്വാസം കുറച്ചോ എന്നത് സംശയമുണ്ട്. അതിന് പിന്നാലെ തന്നെ ഈ പാർട്ടിക്കുള്ളിലെ തമ്മിലടികളും എല്ലാം വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് പരമാവധി നേതാക്കളെ തങ്ങളുടെ പാളയത്തിലെത്തിച്ച് ഇപ്പോൾ അതിലേറ്റവും അവസാനം നമുക്ക് പരിശോധിച്ചാൽ അറിയാം, പാലോട് രവിയുമായി ബന്ധപ്പെട്ട വലിയ വിവാദമാണ് ഉണ്ടായത്. പാലോട് രവി അല്ലേ BJPക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഒരു വലിയ ഊർജ്ജമാണ് നൽകുന്നത്. തുടർഭരണം ഉണ്ടാകും, BJP 60 സീറ്റിൽ കളിക്കുന്നത് നോക്കിക്കോ എന്നെല്ലാം പറഞ്ഞില്ല. അപ്പോൾ 60 സീറ്റ് എന്ന അദ്ദേഹം ഉദ്ദേശിച്ചത് 60 സീറ്റുകളിൽ BJPയുടെ മത്സരം ഉണ്ടാകും എന്നായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകുമെന്നാണ് പാലോട് രവി അവിടെ ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന ഒരു ഭയവുമുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങൾ വന്നതിന് ശേഷമാണ് അവർ ഒരു തീരുമാനത്തിലെത്തി. എല്ലാ നേതാക്കളെയും പുനഃസംഘടന വരുന്നുണ്ട്. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുകയാണെങ്കിൽ അത് കോൺഗ്രസിനെ വലിയ രീതിയിൽ ബാധിക്കും. നിലവിലെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നിന്ന് ലഭിച്ച ഊർജം നഷ്ടമാകാനുള്ള ഒരു കാരണമാകാൻ ഇത്തരം പുനഃസംഘടനകൾ കാരണമാകരുതെന്ന ലക്ഷ്യം ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ സണ്ണി ജോസഫ് പല മുതിർന്ന നേതാക്കളോടും ചർച്ച നടത്തിയത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ശശി തരൂരിനോടും ചർച്ച നടത്തിയത്. പക്ഷേ ശശി തരൂരിനോട് ചർച്ച നടത്താൻ VD സതീശൻ തയ്യാറായിട്ടില്ല. VD സതീശൻ എല്ലാ മുതിർന്ന നേതാക്കളെ കണ്ടും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുമ്പോഴാണ് ഇദ്ദേഹം ശശി തരൂരിനെ അവഗണിച്ചിരിക്കുന്നത്. ശശി തരൂരിനെ തുടർച്ചയായി തന്നെ അവഗണിക്കുന്ന കേരളത്തിലെ നേതാക്കളിൽ പ്രമുഖനാണ് VD സതീശൻ. VD സതീശന് അറിയാമല്ലോ, VD സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിലാണ് ഇപ്പോൾ കേരളത്തിൽ പ്രധാനമായി തന്നെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ഈ ചർച്ചകൾ ഉയർന്നു കേൾക്കുന്ന രണ്ട് പേരുകൾ ഇതാണ്, രമേശ് ചെന്നിത്തലയും VD സതീശനും. അവർ തമ്മിൽ ഒരു മത്സരവും നടക്കുന്നുണ്ട്. പക്ഷെ ആദ്യം മത്സരത്തിന് ഇറങ്ങിയത് ഇവർ രണ്ടുപേരുമല്ല, അത് ശശി തരൂരായിരുന്നു. ഈ കഴിഞ്ഞ മന്നം ജയന്തിയുമായി ബന്ധപ്പെട്ടാണല്ലോ രമേശ് ചെന്നിത്തലയുടെ പേര് ഉയർന്നു കേൾക്കുന്നത്. അതിനു മുൻപ് അദ്ദേഹം ഗുജറാത്തിൽ പ്രചരണത്തിനായിരുന്നു, പിന്നീട് മഹാരാഷ്ട്രയിലായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞത് അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണെങ്കിൽ കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കില്ല, പൂർണ്ണമായി തന്നെ VD സതീശന്റെ കയ്യിൽ കേരളത്തിലെ പാർട്ടി എന്ന രീതിയിൽ ചർച്ചകൾ ഉണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു ഈ ACCയുടെ തിരഞ്ഞെടുപ്പ് വരുന്നു. ഈ പ്രത്യേക ഒരു ഇമേജ് ശശി തരൂരിന് ലഭിക്കുന്നു. ശശി തരൂരിനെ NSSന്റെ മന്നത്ത് ചങ്ങനാശ്ശേരിയിൽ ക്ഷണിക്കുന്നു, മന്നൻ ജയന്തിക്ക് ക്ഷണിക്കുന്നു. അങ്ങനെയെല്ലാം വന്നപ്പോൾ കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള ഒരു കരുത്ത് ശശി തരൂരിനുള്ളതായി ജനം തിരിച്ചറിയുകയും ആദ്യം NSS, പിന്നീട് SNDP പിന്തുണയ്ക്കുന്നു, മുസ്ലിം ലീഗ് പിന്തുണയ്ക്കുന്നു. അദ്ദേഹത്തിന്റെ പിന്നെ കണ്ടത് ഒരു വലിയ പ്രചരണമായിരുന്നു.
അദ്ദേഹം കേരളത്തിൽ നിരന്തരം സഞ്ചരിക്കുന്നു, പ്രധാനപ്പെട്ട പരിപാടികളിൽ പങ്കെടുക്കുന്നു, ക്രൈസ്തവ വിഭാഗവുമായി കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ എല്ലാവരും കരുതിയ 2026 തെരഞ്ഞെടുപ്പ് പിണറായി വിജയനും ശശി തരൂരും തമ്മിൽ ആയിരിക്കുമെന്ന് കരുതിയിരിക്കുന്ന സമയത്താണ്, അതിനെ ലോക്സഭയ്ക്ക് മുമ്പായിരുന്നല്ലോ, ലോക്സഭയ്ക്ക് മുമ്പ് അങ്ങനെയും സംസാരമുണ്ടായി. 2024 തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ മത്സരിക്കില്ല, തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും ശശി തരൂർ നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന രീതിയിലുള്ള ചർച്ചകൾ വരെ ഉയർന്നു വന്നിട്ടുള്ളൂ. ആ ഘട്ടത്തിലെല്ലാം അത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കിയത് VD സതീശനെയാണ്. ആ VD സതീശൻ തന്നെയാണ് പിന്നീട് കണ്ടത് ശശി തരൂരിനെതിരെ വിവാദ പരാമർശങ്ങൾ നടത്തുന്നു, വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കേരളത്തിലെ നേതാക്കളുടെ കയ്യിൽ നിന്ന് തന്നെ ശശി തരൂർ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം ദേശീയ തലത്തിൽ മോദിയെ സ്തുതിക്കുന്നു, പിന്നെ അതും പറഞ്ഞായി അദ്ദേഹത്തെ വേട്ടയാടുന്നത്. ഇപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം വലിയ രൂക്ഷമായി നിൽക്കുകയും അദ്ദേഹം BJP-യിലേക്ക് പോകുമെന്ന രീതിയിലുള്ള ചർച്ചകൾ പല രീതിയിൽ കോൺഗ്രസ് തന്നെ അത് പ്രചരിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കൾ അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ നേടാനും അദ്ദേഹത്തിന്റെ അനുകൂലികളെ ഈ പുനഃസംഘടനയിൽ ഉൾപ്പെടുത്തുവാനുമുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അത് അങ്ങനെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ആദ്യം ബാധിക്കാൻ പോകുന്നത് VD സതീശനാണ്. വീണ്ടും അദ്ദേഹം പറയും, എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകണം, ഞാൻ കേരളത്തിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു ഫേസ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നാൽ ചിലപ്പോൾ ആകില്ലായിരിക്കും, പക്ഷെ ഒരു വിവാദം വഴി തെളിയിക്കുമല്ലോ. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്തായാലും VD സതീശന്റെ ശ്രമം. മറ്റൊരു കാര്യമുണ്ട്, VD സതീശനുമായി ബന്ധപ്പെട്ട് നാം പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഏത് നേതാവ് തിരിഞ്ഞാലും ഒതുക്കപ്പെടുന്നതാണ് കണ്ടത്. അതിൽ ഏറ്റവും കൂടുതൽ കരുത്തനായി നിന്നത് സുധാകരനാണ്. സുധാകരനെ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയത്തിന് പിന്നാലെ മാറ്റുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. പക്ഷെ VD സതീശൻ എന്ന നേതാവിന്റെ ഒറ്റ പിടിവാശി കാരണവും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരുടെ പിടിവാശി കാരണവുമാണ് ഈ സുധാകരനെ മാറ്റിയത്. ആ സുധാകരനെ മാറ്റിയത് കൊണ്ടാണ് വെള്ളാപ്പള്ളി അടക്കമുള്ളവർ വെല്ലുവിളിക്കുന്നത്. വെള്ളാപ്പള്ളി പറയുന്നല്ലേ, ഈഴവനെ മാറ്റിയിട്ട് VD സതീശൻ ഈഴവ വിരോധി രംഗത്ത് വന്നിരിക്കുകയാണ്, അദ്ദേഹം പരവൂരിൽ പരാജയപ്പെടുത്തുമെന്ന രീതിയിലുള്ള പ്രസ്താവനകൾ വരുന്നത് നാം കണ്ടു. അത് എന്തായാലും ഒരു പരിധിവരെ ശരിയാണ്. ഈ VD സതീശന് വലിയ ലക്ഷ്യങ്ങളുണ്ട്. അദ്ദേഹം പറയുകയാണ്, എനിക്ക് ലക്ഷ്യങ്ങളില്ല, എനിക്ക് ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, പാർട്ടി അധികാരത്തിൽ എത്തിക്കണമെന്ന്. പക്ഷെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെയാണ് അദ്ദേഹം കൃത്യമായി തന്നെ വളർത്താൻ ശ്രമിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിൽ അടക്കമുള്ള നേതാക്കളായ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരുന്നു. അവർക്ക് വേണ്ടി പൂർണ്ണമായി തന്നെ പണിയെടുക്കുന്നു. അവർ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പോലും വിമർശിക്കാതെ അവരോടൊപ്പം മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയുണ്ട്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എങ്ങനെയാണ്? 2026 തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ തന്നെ തന്നോടൊപ്പം നിൽക്കുന്ന MLA-മാരെ വിജയിപ്പിച്ചെടുത്താൽ ഇപ്പോൾ ചിലപ്പോൾ പറയും രമേശ് ചെന്നിത്തല സ്ഥാനാർത്ഥിയാകുമെന്ന്, VD സതീശൻ സ്ഥാനാർത്ഥിയാകുമെന്നെല്ലാം പറയുമെങ്കിലും ഈ അവസാന ഘട്ടത്തിൽ ഈ വിജയത്തിന് ശേഷം സ്വാഭാവികമായ ഒരു ഭൂരിപക്ഷത്തിന്റെ ഒരു വിജയമുണ്ടായി. ഭൂരിപക്ഷം ലഭിക്കുകയാണ് കോൺഗ്രസിന്. ഒരു 70-75 സീറ്റ് ലഭിച്ചെങ്കിൽ അവസാന ഘട്ടത്തിൽ VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനമായി ആവശ്യപ്പെടുമ്പോൾ എന്തായാലും കേന്ദ്രത്തിൽ നിന്നും ഒരു നിർദ്ദേശം നൽകാനായി ഒരു ഹൈക്കമാൻഡിൽ നിന്ന് ഒരു പ്രതിനിധിയെ അയക്കുമ്പോൾ അദ്ദേഹം ഈ ഓരോ MLA-മാരുടെ അടുത്തെത്തി ചോദിക്കും, ആർക്കാണ് നിങ്ങളുടെ പിന്തുണ എന്ന് ചോദിക്കുമ്പോൾ ഈ MLA-മാരുടെ അടിസ്ഥാനത്തിലായിരിക്കും അവിടെ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. നാം ഇതിന് സമാനമായ ഒരു സാഹചര്യമാണ് നാം കർണാടകയിൽ കണ്ടത്. കർണാടകയിൽ അവിടുത്തെ ജനങ്ങളും അതോടൊപ്പം തന്നെ പാർട്ടി അണികളും ആഗ്രഹിച്ചതാണ് ശിവകുമാർ. കാരണം ആ 5 വർഷം പ്രായപരിധി കൊണ്ടും അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രശ്നം കൊണ്ട് സിദ്ധരാമയ്യ കളിക്കളത്തിൽ ഇല്ലാതിരുന്നു. അദ്ദേഹം വലിയ സമരത്തിൽ പങ്കെടുക്കുക, കൃത്യമായി ആ പാർട്ടിയെ ചലിപ്പിക്കാനോ കഴിഞ്ഞില്ല. ആ സമയത്തെ KPCC-യുടെ പ്രസിഡന്റ് ആയിരുന്നു ശിവകുമാർ. അദ്ദേഹമാണ് നിരന്തരം ഈ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും സമരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്ത് അവിടെ പാർട്ടി അധികാരത്തിൽ കൊണ്ടുവന്നത്. പക്ഷെ ഹൈക്കമാൻഡിൽ നിന്ന് പ്രതിനിധി വന്നപ്പോൾ MLA-മാർ പൂർണ്ണമായി തന്നെ സിദ്ധരാമയ്യയുടെ പേരാണ് പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യം തന്നെയാണ് അത് രമേശ് ചെന്നിത്തലയെ വലിയ രീതിയിൽ ബാധിക്കും. കേരളത്തിലേക്ക് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകണമെന്ന് ചിലപ്പോൾ ജനങ്ങൾക്ക് ആഗ്രഹം കാണും, ഇവിടുത്തെ പാർട്ടി അണികൾക്ക് ആഗ്രഹം കാണും. പക്ഷെ MLA-മാർ പൂർണ്ണമായി തന്നെ VD സതീശന്റെ പേര് പറഞ്ഞാൽ കർണാടകയിൽ എന്താണ് സംഭവിച്ചത് അത് തന്നെ കേരളത്തിൽ സംഭവിക്കാനുള്ള സാധ്യതയില് കൂടുതൽ. അങ്ങനെയുള്ള വലിയ പ്രതിസന്ധികൾ ലക്ഷ്യമിട്ടാണ്, പ്രശ്നങ്ങൾ മുന്നിൽ കണ്ടിട്ടാണ് VD സതീശന്റെ ഓരോ നീക്കങ്ങളും. ഇപ്പോഴെന്തായാലും പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം നല്ലൊരു പ്രതിപക്ഷ നേതാവാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹമല്ല. പക്ഷെ നല്ലൊരു രാഷ്ട്രീയക്കാരനായ മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എല്ലാ നീക്കങ്ങളും, ഒരു 90% നീക്കങ്ങളും ഈ 4 വർഷം കൃത്യമായിരുന്നു, അല്ലെ? ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയം കൊയ്യുന്നു, വലിയ സമരങ്ങളില്ലെങ്കിലും ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കാൻ കഴിയുന്നു, ഈ മുസ്ലിം ലീഗ് അടക്കം സമ്മർദ്ദത്തിലാക്കുന്നു.
മുസ്ലിം ലീഗ് അടക്കമുള്ളവരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നു. അങ്ങനെ അദ്ദേഹത്തിന് 90% കാര്യങ്ങൾ ശരിയാണ്. ഇനി ഒരു 10% അദ്ദേഹം ലക്ഷ്യമിടുന്നത് എങ്ങനെയെങ്കിലും കോൺഗ്രസിനെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ 71 സീറ്റിന് മുകളിൽ എത്തിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതിനു വേണ്ടിയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ആ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ അതിന് മുൻപ് തന്നെ തന്റെ എതിരാളികളെ കീഴടക്കുന്നതാണ് നാം കാണുന്നത്. അതിന്റെ ഒരു കീഴടങ്ങലാണ് ശശി തരൂരിലൂടെ നാം കാണുന്നത്.